Good morning, my dears. Next topic is aggregate planning. Then operations management fourth chapter, aggregate planning. Then what is meant by aggregate planning? Aggregate planning methodology is designed to convert demand forecast into planning of staffing and production levels for the firm over a predetermined planning period. Aggregate planning methodology is not limited to top level planning, although generally considered to be a macro planning tool for determining overall workforce and production levels. Then ഇവിടെ അഗ്രിഗേറ്റ് പ്ലാനിങ് എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ മീനിങ് തന്നെ ടോട്ടൽ എല്ലാം കൂടെ, അതായത് ഒരു പ്രൊഡക്ഷൻ മാത്രമല്ല, അതിൻ്റെ ഇൻവെൻട്രി മാനേജ്മെൻറ്റും സ്റ്റാഫിങ്ങും എല്ലാ ഏരിയയും കൂടെ ഒരേ സമയം നമ്മൾ പ്ലാൻ ചെയ്യുന്ന മെത്തേഡിനെയാണ് അഗ്രിഗേറ്റ് പ്ലാനിങ് എന്ന് പറയുന്നത്. ദെൻ ഈ അഗ്രിഗേറ്റ് പ്ലാനിങ്ങിൽ ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ള കണ്ടൻറ് എന്ന് പറയുന്നത് മാസ്റ്റർ പ്രൊഡക്ഷൻ ഷെഡ്യൂൾ, മാസ്റ്റർ റിക്വയർമെൻറ്റ് പ്ലാനിങ്, ഒബ്ജക്റ്റീവ്സ് ആൻഡ് എലമെൻറ്റ്സ് ഓഫ് മാസ്റ്റർ റിക്വയർമെൻറ്റ് പ്ലാനിങ്, ഇൻപുട്സ് ആൻഡ് ഔട്ട്പുട്ട്സ്, ഇൻവെൻ്ററി മാനേജ്മെൻറ്റ്, റീഓർഡർ പോയിൻറ്റ്, സേഫ്റ്റി സ്റ്റോക്ക്, ലീഡ് ടൈം, ബേസിക് EOQ മോഡൽ, ഇൻവെൻ്ററി ക്ലാസിഫിക്കേഷൻ മോഡൽ, ഇത്രയാണ് ഇതിൽ പറയുന്നത്. അതിൽ ഫസ്റ്റ് അഗ്രിഗേറ്റ് പ്ലാനിങ്. അഗ്രിഗേറ്റ് പ്ലാനിങ് സ്ട്രാറ്റജി ഈസ് വെരി മച്ച് യൂസ്ഫുൾ ഇൻ ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ്. നമ്മളിവിടെ പഠിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വൺ ഓഫ് ദി പ്ലാനിങ് സ്ട്രാറ്റജിയാണ് അഗ്രിഗേറ്റ് പ്ലാനിങ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് ദ ഡിറ്റർമിനേഷൻ ഓഫ് production, inventory and personal levels to meet change in demand that ranges from period of 6 months to 1 year. അതായത് നമ്മളൊരു 6 മാസത്തേക്കോ അതിൽ കൂടുതൽ കാലയളവിലേക്കോ ഒരു വർഷത്തേക്കുള്ള പ്ലാനിങ്ങിനെയാണ് അഗ്രിഗേറ്റ് പ്ലാനിങ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് കണക്റ്റഡ് വിത്ത് ഡിറ്റർമിനേഷൻ ഓഫ് പ്രൊഡക്ഷൻ, ഇൻവെൻ്ററി ആൻഡ് പേഴ്സണൽ ലെവൽസ് ടു മീറ്റ് ചേഞ്ചിങ് ഡിമാൻഡ് ദാറ്റ് റേഞ്ചസ് ഫ്രം പീരീഡ് ഓഫ് 6 months to 1 year. 6 മാസം മുതൽ ഒരു വർഷം വരെയുള്ള കാലയളവിലേക്ക് വേണ്ടിയിട്ടുള്ള എത്രമാത്രം പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. അതേപോലെ തന്നെ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്, ആ സമയത്തുള്ള ഡിമാൻഡ് മീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന സ്ട്രാറ്റജീസ്, അതെല്ലാം കൂടെ ഉൾപ്പെട്ടിട്ടുള്ളതാണ് അഗ്രിഗേറ്റ് പ്ലാനിങ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് കണക്റ്റഡ് വിത്ത് ദ ഡിറ്റർമിനേഷൻ ഓഫ് പ്രൊഡക്ഷൻ, ഇൻവെൻ്ററി ആൻഡ് പേഴ്സണൽ ലെവൽസ് ടു മീറ്റ് ചേഞ്ച് ഇൻ ഡിമാൻഡ് ദാറ്റ് റേഞ്ചസ് ഫ്രം എ പീരീഡ് ഓഫ് 6 months to 1 year. Aggregate plans facilitate the matching of supply and demand of product with producing cost. Aggregate plans facilitate with the matching of supply and demand for product with reducing cost. അതായത് അഗ്രിഗേറ്റ് പ്ലാനിങ്ങിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത് then it facilitates the matching of supply and demand. അതായത് ഇപ്പം നമ്മൾ മുൻകൂട്ടി കാണാനായിട്ട് സാധിക്കും. അതാണ് പ്ലാനിങ് എന്ന് പറയുമ്പോൾ തന്നെ ഇറ്റ് ഈസ് എ പ്രീ ഡിറ്റർമിൻഡ് ആക്ടിവിറ്റി. മുൻകൂട്ടി തീരുമാനിക്കുന്നതോ മുൻകൂട്ടി ചെയ്യുന്നതോ ആയിട്ടുള്ള ആക്ടിവിറ്റിയാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. ഇവിടെ അഗ്രിഗേറ്റ് പ്ലാനിങ്ങിൽ ഫ്യൂച്ചറിൽ ഉണ്ടായേക്കാവുന്ന ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്യുകയും, ഫ്യൂച്ചർ എന്ന് പറയുമ്പോൾ 6 months to 1 year വരെയുള്ള ഡിമാൻഡ് എത്രമാത്രം ഉണ്ടാവുമെന്ന് കണ്ടെത്തുകയും അതിനനുസരിച്ച് പ്രൊഡക്ഷൻ, അതായത് സപ്ലൈ എൻഷുർ ചെയ്യുകയും ചെയ്യുക. അപ്പോൾ അവിടെ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ഡിമാൻഡും സപ്ലൈയും ഈക്വലൈസ് ചെയ്യാനുള്ള സ്റ്റെപ്സ് എടുക്കുകയാണ് അവിടെ ചെയ്യുന്നത്. അപ്പോൾ എത്രമാത്രം ഡിമാൻഡ് ഉണ്ടാവുമെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് അതിനാവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ് കളക്ട് ചെയ്യുന്ന എല്ലാ പ്രൊസീജിയേഴ്സും കൂടിയിട്ടുള്ള പ്ലാനിങ്ങാണ് അഗ്രിഗേറ്റ് പ്ലാനിങ് എന്ന് പറയുന്നത്. അഗ്രിഗേറ്റ് പ്ലാൻസ് ഫെസിലിറ്റേറ്റ് ദ മാച്ചിങ് ഓഫ് സപ്ലൈ ആൻഡ് ഡിമാൻഡ് ഫോർ പ്രോഡക്റ്റ് വിത്ത് റിഡ്യൂസിങ് കോസ്റ്റ്. ഏറ്റവും കുറഞ്ഞ ചിലവിൽ മാക്സിമം പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ്. നെക്സ്റ്റ് വൺ, ദ കോൺസെപ്റ്റ് ഓഫ് അഗ്രിഗേറ്റ് പ്ലാനിങ് റെഫേഴ്സ് ടു ദ പ്രോസസ് ഓഫ് ഡിറ്റർമിനിങ് ദ ഓവറോൾ quantities of product to be manufactured or produced in a plant or other manufacturing facility during medium term planning period such as month or quarter. Then a concept of aggregate planning. Concept of aggregate planning refers to the process of determining the overall quantities of product to be manufactured or produced in a plant or other manufacturing facility during medium term planning period such as month, a quarter. The aggregate plan's output comprises of the total quantities of each product or a group of product to be manufactured in the planned period and scheduling of different manufacturing activities required to attain the planned production levels. അതായത് നമ്മളിപ്പോൾ തീരുമാനിക്കണം എത്രമാത്രം പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതായിട്ട് വരും, 6 മാസം മുതൽ ഒരു വർഷത്തേക്കുള്ള കാലയളവിലേക്ക് എത്രമാത്രം പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതായിട്ട് വരും എന്ന് തീരുമാനിക്കുന്നൊരു പ്രോസസ്സ്. അതിൽ തന്നെ അതിനനുസരിച്ച് നമ്മൾ ക്ലാസിഫൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. The aggregate production plan is designed to establish overall production target and planning the availability of other input in supporting activities to meet the production target.
The aggregate planning. Aggregate planning production plan is designed to establish overall production target and planning the availability of other input and supporting activities to meet the production target. The aggregate plans then form the basis of more comprehensive products such as daily and weekly production. ഈ അഗ്രിഗേറ്റ് പ്ലാനിങ്ങിൽ നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിമാൻഡും സപ്ലൈയും ഈക്വലൈസ് ചെയ്യുക. അതായത് ഫ്യൂച്ചറിൽ നമുക്ക് എത്രമാത്രം ഡിമാൻഡ് ഉണ്ടായിരിക്കുന്നത് മുൻകൂട്ടി കാണാനായിട്ട് സാധിക്കുക. അതിനനുസരിച്ച് പ്രൊഡക്ഷൻ ഷെഡ്യൂൾ പ്ലാൻ ചെയ്യാം. പ്രൊഡക്ഷൻ ഷെഡ്യൂൾ പ്ലാൻ ചെയ്യുക എന്ന് പറയുമ്പോൾ ദെൻ അവിടെ നമുക്ക് ടു എൻഷുർ ദ അവൈലബിലിറ്റി ഓഫ് റോ മെറ്റീരിയൽസിൻ്റെ അവൈലബിലിറ്റി ഉറപ്പുവരുത്തിയിരിക്കണം. അതിനാവശ്യമായിട്ടുള്ള സ്കിൽഡ് ലാബേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ എല്ലാ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസും നമ്മൾ അതിന് വേണ്ടി പ്രിപ്പയർ ചെയ്തിരിക്കണം. അങ്ങനെ ഓവറോൾ ആയിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്നൊരു പ്രോസസ്സിനെയാണ് അഗ്രിഗേറ്റ് പ്ലാനിങ് എന്ന് പറയുന്നത്. ആൻഡ് ഓർഗനൈസേഷൻ ക്യാൻ ഫൈനലൈസ് ഇറ്റ്സ് ബിസിനസ് പ്ലാൻ ടു ദ ബേസ് ഓഫ് ഡിമാൻഡ് ഫോർകാസ്റ്റ്. തീർച്ചയായിട്ടും ആൻ ഓർഗനൈസേഷൻ ക്യാൻ ഫൈനലൈസ് ബിസിനസ് പ്ലാൻസ് ഓൺ ദി ബേസിസ് ഓഫ് ഡിമാൻഡ് ഫോർകാസ്റ്റ്. എപ്പോഴും ഒരു ബിസിനസ് പ്ലാൻ ചെയ്യുന്നത് എപ്പോഴും ഏതിൻ്റെ ബേസിലായിരിക്കും? ഒരു ഡിമാൻഡ് ഫോർകാസ്റ്റിൻ്റെ ബേസിലായിരിക്കും. എത്രമാത്രം ഡിമാൻഡ് ഉണ്ടായിരിക്കും എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഫോർകാസ്റ്റ് ചെയ്യുന്നത്. ആൻ ഓർഗനൈസേഷൻ ക്യാൻ ഫൈനലൈസ് ഇറ്റ്സ് ബിസിനസ് പ്ലാൻ ഓൺ ദി ബേസിസ് ഓഫ് ഡിമാൻഡ് ഫോർകാസ്റ്റ്. Once demand are forecasted, an organization can do backward working from the final sales unit to raw materials required. Once the demand are forecasted, ഒരു തവണ നമ്മൾ ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ an organization can do backward working ഫ്രം ദ ഫൈനൽ സെയിൽസ് യൂണിറ്റ് ടു റോ മെറ്റീരിയൽസ് റിക്വയർഡ്. അതായത് ഒരു പ്രാവശ്യം നമുക്ക് എത്രമാത്രം ഡിമാൻഡ് ഉണ്ടാവും എന്ന് ഫോർകാസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം മുതൽ അവസാനം വരെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പ്ലാൻ ചെയ്യുന്നു എന്ന് പറയുന്നു. അതിനാവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസിൻ്റെ അവൈലബിലിറ്റി മുതൽ നമ്മളത് എന്താ പറയുക, സെയിൽസ് വരെയുള്ള കാര്യങ്ങളും പ്ലാൻ ചെയ്യുന്നു എന്നർത്ഥം. ദ ആനുവൽ ആൻഡ് ക്വാർട്ടർലി പ്ലാൻസ് ആർ ബ്രോക്ക് ഡൗൺ ഇൻ ടു ദെൻ 6 months to 1 year എന്ന് പറയുന്ന പ്ലാനിൽ നിന്ന് ദസ് ആനുവൽ ആൻഡ് ക്വാർട്ടർലി പ്ലാൻസ് ആർ ബ്രോക്കൺ ഡൗൺ ഇൻ ടു ലേബർ, റോ മെറ്റീരിയൽസ്, വർക്കിംഗ് ക്യാപിറ്റൽ എക്സെട്ര. ലേബർ എത്രയാണോ അതുപോലെ എത്രമാത്രം ലേബേഴ്സ് വേണ്ടി വരും, റോ മെറ്റീരിയൽസ് വേണ്ടി വരും, അതുപോലെ തന്നെ വർക്കിംഗ് ക്യാപിറ്റൽ എത്രയാണ് എന്നൊക്കെ പ്ലാൻ ചെയ്യേണ്ടതായിട്ട് വരും. റിക്വയർമെൻറ്റ് ഓവർ എ മീഡിയം റേഞ്ച് പീരിയഡ്. This process of working out production requirements for a medium range is called aggregate planning. This process of working output, ഇങ്ങനെ നമ്മൾ തീരുമാനിക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അഗ്രിഗേറ്റ് പ്ലാനിങ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അഗ്രിഗേറ്റ് പ്ലാനിങ് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. ശരിക്കും ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റിൽ ഡിമാൻഡ് ബേസ് ചെയ്തുകൊണ്ട് ഓവറോൾ പ്ലാനിങ് നടത്തുന്നതിനെയാണ് നമ്മൾ അഗ്രിഗേറ്റ് പ്ലാനിങ് എന്ന് പറയുന്നത്. ദെൻ അത് ആദ്യം മുതലേ, അതായത് ക്യാപിറ്റൽ, റോ മെറ്റീരിയൽസ് റിക്വയർമെൻറ്റ് മുതൽ തന്നെ സെയിൽസ് വരെയുള്ള എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ അഗ്രിഗേറ്റ് പ്ലാനിങ് എന്ന് പറയുന്നത്. Aggregate planning is the process of developing, analyzing and maintaining a preliminary approximate schedule of the overall operation of an organization. That is aggregate. Then വീണ്ടും നമുക്ക് പറയാം, then aggregate planning is the process of, aggregate planning എന്ന് പറയുന്നത് it is a process. Aggregate planning is a process of developing, analyzing and maintaining, a preliminary approximate schedule of the overall operations of an organization. The aggregate plan generally contains targeted sales forecast, production levels, inventory levels and customer details. ഒന്നുകൂടെ പറയാം, aggregate planning is a process of developing, analyzing and maintaining a preliminary approximate schedule of the overall operations of an organization. The aggregate plan generally contains targeted sales forecast, production levels, inventory levels. അപ്പോൾ aggregate plan generally contains, അവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ aggregate പ്ലാനിങ്ങിലെ generally contains targeted sales forecast ഒന്നാമത്തെ പോയിന്റ്. ടാർഗറ്റഡ് സെയിൽസ് ഫോർകാസ്റ്റ് ഉണ്ടായിരിക്കും. ദെൻ അഗ്രിഗേറ്റ് പ്ലാനിങ്ങിൽ ദാറ്റ് ഈസ് സെയിൽസ് ഫോർകാസ്റ്റ്, പ്രൊഡക്ഷൻ ലെവൽസ്, production levels, inventory levels, and customer details.
നമ്മൾ നോക്കുന്നത് എന്തൊക്കെയാണ്? ശരിക്കും ഒരു അഗ്രിഗേറ്റ് പ്ലാനിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അഗ്രിഗേറ്റ് പ്ലാനിങ് ഈസ് ഹെൽപ്ഫുൾ ഫോർ ദെൻ ഇറ്റ് ഈസ് കണ്ടെയ്ൻസ് സെയിൽസ് ഫോർകാസ്റ്റ്. ആദ്യം ചെയ്യുന്നത് സെയിൽസ് ഫോർകാസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. സെയിൽസ് ഫോർകാസ്റ്റ്, പ്രൊഡക്ഷൻ ലെവൽസ്, എത്രമാത്രം പ്രൊഡക്റ്റാണ് നമ്മളിപ്പോൾ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ദെൻ പ്രൊഡക്ഷൻ ലെവൽസ്, ഇൻവെൻറ്ററി ലെവൽസ്, അതിന് ആവശ്യമായിട്ടുള്ള സ്റ്റോക്ക്, എത്രമാത്രം സ്റ്റോക്ക് ഉണ്ട് എന്നുള്ളത്, സ്റ്റോക്ക് ലെവൽസ്, ആൻഡ് കസ്റ്റമർ ഡീറ്റെയിൽസ്. ഇത്രയാണ് നമുക്കതിലുള്ളത്. ദെൻ അഗ്രിഗേറ്റ് പ്ലാനിംഗ് ഈസ് എ പ്രോസസ് ഓഫ് ഡെവലപ്പിംഗ്, അനലൈസിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ് എ പ്രിലിമിനറി approximate schedule of the overall operations of the organization. The aggregate plan generally contains targeted sales forecast, then targeted sales forecast. Then next one is production levels, inventory levels, and the customer details. This schedule is meant to satisfy the demand forecast at minimum cost. ഇങ്ങനെയൊക്കെ നമുക്ക് പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെന്ന് വെച്ചാൽ ദിസ് ഷെഡ്യൂൾ ഈസ് മെൻറ്റ് ടു സാറ്റിസ്ഫൈ ദ ഡിമാൻഡ് ഫോർകാസ്റ്റ് അറ്റ് എ മിനിമം കോസ്റ്റ്. ഏറ്റവും കുറഞ്ഞ ചിലവിൽ മാക്സിമം പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് കസ്റ്റമേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്യാനും അതേപോലെ തന്നെ സ്ഥാപനത്തിൻ്റെ പ്രോഫിറ്റബിലിറ്റി ഇൻക്രീസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നു എന്ന് പറയാം. ദിസ് ഷെഡ്യൂൾ ഈസ് മെൻറ്റ് ടു സാറ്റിസ്ഫൈ ദ ഡിമാൻഡ് ഫോർകാസ്റ്റ് അറ്റ് എ മിനിമം കോസ്റ്റ്. Then aggregate planning that is the aggregate planning should minimize the effect of short-sighted day-to-day scheduling in which that means in which a small amount of material may be ordered one week with a accompanying layoff of workers followed by ordering larger amount and rehiring workers the next week. This longer term perspective on resource use can help minimize the short term requirements changes with resulting cost saving. ഇത്തരത്തിൽ നമുക്ക് എങ്ങനെയാണ് ഇങ്ങനെ ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ ദെൻ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഫ്യൂച്ചർ പ്ലാൻ തയ്യാറാക്കിക്കൊണ്ട് ഏറ്റവും മിനിമം കോസ്റ്റിൽ മാക്സിമം പ്രൊഡ്യൂസ് ചെയ്യാനുള്ളൊരു ഫെസിലിറ്റി ഒരുക്കി തരാനായിട്ട് സാധിക്കുന്നു എന്ന് പറയാം. ഇൻ സിമ്പിൾ ടേംസ്, aggregate planning is an attempt to balance capacity and demand in such a way that costs are minimized. Then the term aggregate is used because planning at this level includes all resources in the aggregate. That is, for example, a product line family. That is, aggregate resources should be total number of aggregate planning resources could be total number of workers, hours of machine time, or ton of raw materials, etc. Aggregate units of output could be include ton, feet, and liters of output, as well as aggregate unit appearing service industries such as hours of service delivered, number of patient scenes, etc. ദെൻ അത് നമുക്ക് ഓരോ സ്ഥാപനത്തിൻ്റെയും നേച്ചർ അനുസരിച്ച് വ്യത്യാസമായിരിക്കും. അഗ്രിഗേറ്റ് ആയിട്ടുള്ള എത്ര ലിറ്ററാണോ ക്വാണ്ടിറ്റിയാണ്, ദെൻ അതിൻ്റെ ഔട്ട്പുട്ട് ഏത് യൂണിറ്റാണ് അതിൻ്റെ മെഷർമെൻറ്റ് എന്നുള്ളതൊക്കെ വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പോൾ ഓരോ സ്ഥാപനത്തിനും അതിൻ്റെ സ്യൂട്ടബിലിറ്റി അനുസരിച്ച് അതിൻ്റെ ചോയ്സസ് അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യാണ് ചെയ്യുക, പ്ലാൻ ചെയ്യുകയാണ് ചെയ്യുക. അതായത് ദെൻ ഇപ്പോൾ ഹോസ്പിറ്റലാണെങ്കിൽ ഇന്ന സീസണിൽ കൂടുതൽ പേഷ്യൻസ് വരാനായിട്ട് സാധ്യതയുണ്ട്, ദെൻ അതിനനുസരിച്ചിട്ടുള്ള നമ്മൾ എന്ത് ചെയ്യുക, ബാക്കപ്പ് ഒക്കെ നടത്തുക എന്ന് പറയും. അതിനുള്ള ഫെസിലിറ്റീസ്, അതേപോലെ തന്നെ അത്രയും ഡോക്ടേഴ്സ്, ദെൻ അതിനുള്ള അറേഞ്ച്മെൻറ്റ്സ്, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി വേറെ ഏതെങ്കിലും രീതിയിലുള്ള ഇൻഡസ്ട്രിയൽ യൂണിറ്റുകളൊക്കെ ആണെങ്കിൽ അതിൻ്റെ പ്രൊഡക്ഷൻ സെക്ടേഴ്സിൽ ഏതൊക്കെ യൂണിറ്റുകളാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ആ പ്രൊഡ്യൂസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഫെസിലിറ്റീസ് എന്തൊക്കെ, അതിനനുസരിച്ചിട്ടുള്ളൊരു പ്ലാനിങ് നടത്തുകയാണ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ. ദെൻ ഓപ്പറേഷൻസ്, ദെൻ ഇൻഡസ്ട്രിയൽ സെക്ടേഴ്സിലൊക്കെ ചെയ്യാം. അഗ്രിഗേറ്റ് പ്ലാനിങ് എന്ന് പറയുമ്പോൾ അതായത് ഒട്ടും പ്ലാൻ ചെയ്യാതെ വളരെ വേഗത്തിൽ നമ്മൾ ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്യാതെ പ്രൊഡ്യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കോസ്റ്റ് കൂടാനായിട്ട് സാധ്യതയുണ്ട്, വേസ്റ്റേജ് സംഭവിക്കാനായിട്ട് സാധ്യതയുണ്ട്, ഡിമാൻഡും അതുപോലെ തന്നെ സെയിൽസും മീറ്റ് ചെയ്യാനായിട്ട് സാധിക്കാതെ വരുന്നു. ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഡിമാൻഡ് മീറ്റ് ചെയ്യുക. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ടു ഫോർകാസ്റ്റ് ദ ഡിമാൻഡ്. ഫ്യൂച്ചർ ഡിമാൻഡ് പ്രിഡിക്റ്റ് ചെയ്യും, ഫ്യൂച്ചർ ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്യുകയും ചെയ്യുക. അതിനനുസരിച്ച് റോ മെറ്റീരിയൽസിൻ്റെ അവൈലബിലിറ്റി ഉറപ്പുവരുത്തുക. ദെൻ വർക്ക് ഫോഴ്സിൻ്റെ അവൈലബിലിറ്റി ഉറപ്പുവരുത്തുക. ശരിയായിട്ടുള്ള രീതിയിൽ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുക. ദീസ് ആർ ദി factors to be considered in aggregate planning. Then next question, what are the factors affecting aggregate planning? Aggregate planning in affect ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് എന്നുള്ളതാണ്. Aggregate planning is an operational activity critical to the organization and it looks to balancing long-term strategic planning with a short-term production success.
That is long-term strategic planning. Aggregate planning, what are the factors? That is, aggregate planning is an operational activity critical to the organization as it looks to balance long-term strategic planning with short-term production success. അതായത് ഷോർട്ട് ടേം പ്രൊഡക്ഷൻ സക്സസ്സിലൂടെ, അതായത് ഷോർട്ട് ടേം ആയിട്ടുള്ള പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസിലൂടെ ഒരു ലോങ് ടേം പ്ലാനിങ് നടത്തുന്ന പ്രോസസ്സിനെയാണ് അഗ്രിഗേറ്റ് പ്ലാനിങ് എന്ന് പറയുന്നത്. ഫോളോയിങ് ഫാക്ടേഴ്സ് ആർ ക്രിട്ടിക്കൽ ബിഫോർ ആൻ അഗ്രിഗേറ്റ് പ്ലാനിങ് പ്രോസസ് ക്യാൻ ആക്ച്വലി സ്റ്റാർട്ട്. വാട്ട് ആർ ദി ഫാക്ടേഴ്സ്? ഫസ്റ്റ് പോയിന്റ് ഈസ് a complete information is required about available production facility and new material. First process, what are the factors to be considered? ഏതൊക്കെ ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്തുകൊണ്ടായിരിക്കണം ഒരു അഗ്രിഗേറ്റ് പ്ലാനിങ് നമ്മൾ നടത്തേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫസ്റ്റ് പോയിന്റ്, എ കംപ്ലീറ്റ് ഇൻഫർമേഷൻ ഈസ് റിക്വയർഡ് അബൌട്ട് അവൈലബിൾ പ്രൊഡക്ഷൻ ഫെസിലിറ്റി ആൻഡ് റോ മെറ്റീരിയൽസ്. Then second one, a concrete demand forecast covering the medium range period. അതായത് ഒരു കോൺക്രീറ്റ് ഡിമാൻഡ് ഫോർകാസ്റ്റ്, ശരിയായിട്ടുള്ളൊരു ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് ടെക്നിക്സ് അഡോപ്റ്റ് ചെയ്യേണ്ടതുണ്ട് മീഡിയം റേഞ്ച് പീരീഡ്. മീഡിയം റേഞ്ചിൽ നമ്മൾ പറയുന്നുണ്ട് 6 months to 12 months വരെയുള്ള കാലഘട്ടങ്ങളിൽ എത്രമാത്രം പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. അതിനെക്കുറിച്ചിട്ടുള്ളൊരു കോൺക്രീറ്റ് ഡിമാൻഡ് ഫോർകാസ്റ്റ്, ശരിയായിട്ടുള്ളൊരു ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് നടത്തിയിരിക്കണം. Financial planning surrounding the production cost, which includes raw materials, labor, inventory planning, etc. Then നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മളെടുത്ത് പറയുന്നത് ഫൈനാൻഷ്യൽ പ്ലാനിങ് സറൗണ്ടിങ് ദ പ്രൊഡക്ഷൻ കോസ്റ്റ്. ഫൈനാൻഷ്യൽ പ്ലാനിങ്, ശരിയായിട്ടുള്ള രീതിയിലുള്ളൊരു ഫൈനാൻഷ്യൽ പ്ലാൻ ക്രിയേറ്റ് ചെയ്തിരിക്കണം. ഫൈനാൻഷ്യൽ പ്ലാനിങ് സറൗണ്ടിങ് ദ പ്രൊഡക്ഷൻ കോസ്റ്റ് വിച്ച് ഇൻക്ലൂഡ്സ് റോ മെറ്റീരിയൽ, ലേബർ, ഇൻവെൻ്ററി പ്ലാനിങ്, എക്സെട്ര. ഓർഗനൈസേഷൻ പോളിസി അറൗണ്ട് ലേബർ മാനേജ്മെൻറ്റ്, ക്വാളിറ്റി മാനേജ്മെൻറ്റ്, എക്സെട്ര. പിന്നെ മാത്രമല്ല ലേബർ മാനേജ്മെൻറ്റും അതുപോലെ തന്നെ ഓർഗനൈസേഷൻ പോളിസി അറൗണ്ട് ലേബർ മാനേജ്മെൻറ്റ് ആൻഡ് ക്വാളിറ്റി മാനേജ്മെൻറ്റ് അതുകൂടെ കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഫോർ അഗ്രിഗേറ്റ് പ്ലാനിങ് ടു ബി സക്സസ് ഫോളോയിങ് ഇൻപുട്ട് ആർ റിക്വയർഡ്. ഇനിയും അഗ്രിഗേറ്റ് പ്ലാനിങ് നമുക്ക് സക്സസ് ആവണമെങ്കിൽ താഴെ പറയുന്ന ചില പോയിൻറ്റ്സ് കൂടെ കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. ഫസ്റ്റ് വൺ, ആൻ അഗ്രിഗേറ്റ് ഡിമാൻഡ് ഫോർകാസ്റ്റ് ഫോർ ദ റിലവൻറ്റ് പീരിയഡ്. ഫസ്റ്റ് പോയിൻ്റ് എന്താ പറയുന്നത്? ആൻ അഗ്രിഗേറ്റ് ഡിമാൻഡ് ഫോർകാസ്റ്റ് ഫോർ ദ റിലവൻറ്റ് പീരീഡ്. ആദ്യം ചെയ്യേണ്ടത് ചില ആൻ അഗ്രിഗേറ്റ് ഡിമാൻഡ് ഫോർകാസ്റ്റ് ഫോർ ദ റിലവൻറ്റ്, നമ്മൾ ഏത് കാലഘട്ടത്തേക്കാണോ ഉദ്ദേശിക്കുന്നത്, അതായത് 1 to 6 months, 6 to 12 months എന്നൊക്കെ പറയുന്ന ഏത് ആ റിലവൻ്റ് ആയിട്ടുള്ള പീരീഡിൽ ആദ്യം തന്നെ അതിൻ്റെ ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്തിരിക്കണം. സെക്കൻഡ് പോയിൻറ്റിലെ evaluation of all the available means to manage capacity planning like subcontracting or outsourcing process, etc. That is, evaluation of all the available means to management capacity planning, manage the capacity planning. ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ചുള്ള പ്രൊഡക്ഷൻ അവൈലബിലിറ്റി എൻഷുർ ചെയ്യണം. ദെൻ നമ്മളവിടെ തീർച്ചയായിട്ടും അവിടെ എന്ത് ചെയ്യണം? ദെൻ ഇവാലുവേറ്റ് ഓർ ഇവാലുവേഷൻ ഓഫ് അവൈലബിൾ മീൻസ് ടു മാനേജ് managing capacity planning like subcontracting, outsourcing, etc. ദെൻ അത്രയും പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ആ സ്ഥാപനത്തിൻ്റെ കപ്പാസിറ്റി പ്ലാനിങ് എത്രയാണ് നമ്മൾ വിലയിരുത്തിയിരിക്കണം, അതിൻ്റെ കപ്പാസിറ്റി പ്ലാനിങ് നോക്കിയിരിക്കണം. അതുപോലെ തന്നെ സബ് കോൺട്രാക്റ്റിംഗ്, ഒന്നുകൂടെ കുറച്ചുകൂടെ നമുക്ക് പെർമനൻറ്റ് ലേബേഴ്സ് കൂടാതെ തന്നെ കുറച്ചുകൂടെ ലേബേഴ്സിന് വേണമെങ്കിൽ നമ്മൾ ഹയർ ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ സബ് കോൺട്രാക്റ്റിലൂടെ ലേബേഴ്സിനെ നമ്മൾ ഹയർ ചെയ്തെടുക്കാറുണ്ട്. അതേപോലെ തന്നെ അതുമല്ലെങ്കിൽ റോ മെറ്റീരിയൽസ്, മെഷീനറീസ്, മറ്റുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസിൻ്റെ എല്ലാം അറേഞ്ച്മെൻറ്റ് മുൻകൂട്ടി തന്നെ നടത്തിയിരിക്കണം. ഔട്ട്സോഴ്സിങ് സർവീസസ് ഓൾസോ, പലതരത്തിലും ഇത്തരത്തിലുള്ള സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഔട്ട്സോഴ്സിങ് ഏജൻസികളുടെ സഹായത്തോടു കൂടി നമ്മൾ എന്ത് ചെയ്തിരിക്കണം? ആ പ്രൊഡക്ഷൻ പ്ലാൻ ചെയ്തിരിക്കണം. എക്സിസ്റ്റിംഗ് ഓപ്പറേഷണൽ സ്റ്റാറ്റസ് ഓഫ് വർക്ക് ഫോഴ്സ്, ഇൻവെൻ്ററി ലെവൽ ആൻഡ് പ്രൊഡക്ഷൻ എഫിഷ്യൻസി. ശരിക്കും എക്സിസ്റ്റിംഗ് ഓപ്പറേഷണൽ സ്റ്റാറ്റസ് ഓഫ് വർക്ക് ഫോഴ്സ്, നിലവിലുള്ള വർക്ക് ഫോഴ്സിൻ്റെ ഓപ്പറേഷണൽ സ്റ്റാറ്റസ് എന്താണ്, അവരുടെ നമ്പർ, സ്കില്ല്, എക്സെട്ര. സെയിം ടൈം ഇൻവെൻ്ററി ലെവൽ ആൻഡ് പ്രൊഡക്ഷൻ എഫിഷ്യൻസി, ഇൻവെൻ്ററി ലെവലും അതുപോലെ തന്നെ പ്രൊഡക്ഷൻ എഫിഷ്യൻസിയും കൺസിഡർ ചെയ്തിരിക്കണം. Aggregate planning will ensure that organization can plan for workforce level, inventory level and production rate in line it with strategic goal and objective. പിന്നെ പറയുന്നത് അഗ്രിഗേറ്റ് പ്ലാനിംഗ് വിൽ എൻഷുർ ദ ഓർഗനൈസേഷൻ ക്യാൻ പ്ലാൻ ഫോർ വർക്ക് ഫോഴ്സ് ലെവൽ, ഇൻവെൻ്ററി ലെവൽ ആൻഡ് പ്രൊഡക്ഷൻ റേറ്റ് ഇൻ ലൈൻ വിത്ത് ദ സ്ട്രാറ്റജിക് ഗോൾ ആൻഡ് ഒബ്ജക്റ്റീവ്. അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞു എന്താണ് അഗ്രിഗേറ്റ് പ്ലാനിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞു. ദെൻ നെക്സ്റ്റ് ടോപ്പിക്കിൽ വാട്ട് ആർ ദി ഫാക്ടേഴ്സ് ടു ബി കൺസിഡേർഡ് ഫോർ ദി അഗ്രിഗേറ്റ് പ്ലാനിംഗ്.
Next topic is what are the importance of aggregate planning. Importance of aggregate planning. Aggregate പ്ലാനിങ്ങിൻ്റെ പ്രാധാന്യം എന്താണെന്നുള്ളതാണ്. എന്തിനാണ് നമ്മൾ അഗ്രിഗേറ്റ് പ്ലാനിങ് നടത്തുന്നത്? അച്ചീവിങ് ഫൈനാൻഷ്യൽ ഗോൾസ് ബൈ റിഡ്യൂസിങ് ഓവറോൾ വേരിയബിൾ കോസ്റ്റ് ആൻഡ് ഇംപ്രൂവിങ് ദ ബോട്ടം ലൈൻ. മെയിൻ എയിം എന്ന് പറയുന്നത്, ഈ അഗ്രിഗേറ്റ് പ്ലാനിങ്ങിൻ്റെ മെയിൻ എയിം അച്ചീവിങ് ഫൈനാൻഷ്യൽ ഗോൾസ്. ഫസ്റ്റ് അതിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് അച്ചീവിങ് ഫൈനാൻഷ്യൽ ഗോൾസ് ബൈ റിഡ്യൂസിങ് ഓവറോൾ വേരിയബിൾ കോസ്റ്റ് ആൻഡ് ഇംപ്രൂവിങ് ദ ബോട്ടം ലൈൻ. താഴേക്കിടയിൽ നിന്ന് തന്നെ അതിനൊന്നുകൂടെ എന്ത് ചെയ്യാം എന്നുള്ളതാണ്. നമുക്ക് ഫൈനാൻഷ്യൽ ഗോൾസ് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കണം. ബൈ റിഡ്യൂസിങ് ഓവറോൾ വേരിയബിൾ കോസ്റ്റ്. വേരിയബിൾ കോസ്റ്റ് കുറച്ചുകൊണ്ട്, ഏറ്റവും താഴേക്കിടയിൽ നിന്ന് കോസ്റ്റ് കുറച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കണം? ഫൈനാൻഷ്യൽ ഗോൾസ് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കണം എന്നുള്ളതാണ്. അതാണ് ഫസ്റ്റ് പോയിൻ്റ്, അച്ചീവിങ് ഫൈനാൻഷ്യൽ ഗോൾസ് ബൈ റിഡ്യൂസിങ് ഓവറോൾ വേരിയബിൾ കോസ്റ്റ് ആൻഡ് ഇംപ്രൂവിങ് ബോട്ടം ലൈൻ. Then second point, maximum utilization of available production facility. Second point, maximum utilization of available production facility. And then ആ സ്ഥാപനത്തിൻ്റെ പ്രൊഡക്ഷൻ ഫെസിലിറ്റീസ് ഉപയോഗിച്ചുകൊണ്ട് മാക്സിമം യൂട്ടിലൈസേഷൻ ഓഫ് ദ അവൈലബിൾ പ്രൊഡക്ഷൻ. അപ്പോൾ ഫസ്റ്റ് പോയിൻ്റ് എന്താണ്? ടു അച്ചീവ് ദ ഫൈനാൻഷ്യൽ ഗോൾസ് അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ്. ബൈ റിഡ്യൂസിങ് ഓവറോൾ വേരിയബിൾ കോസ്റ്റ് കുറയ്ക്കുകയും ആൻഡ് ഇംപ്രൂവിങ് ദ ബോട്ടം ലൈൻ, ഏറ്റവും താഴേക്കിടയിൽ നിന്ന് വേരിയബിൾ കോസ്റ്റ് കുറച്ചുകൊണ്ട് മാക്സിമം പ്രോഫിറ്റബിലിറ്റി അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കുക. അല്ലെങ്കിൽ ടു അച്ചീവ് ദ ഓർഗനൈസേഷൻസ് ഫൈനാൻഷ്യൽ ഗോൾസ് എന്ന് പറയുന്നതാണ് മെയിൻ എയിം. സെക്കൻഡ് പോയിൻ്റ്, maximum utilization of the available facility, maximum utilization of available resources. Third point, provide customer delight by matching demand and reducing wait time for customers. Third point, provide customer delight by matching demand and reducing wait time for customers. Then provide customer delight എന്ന് പറയുമ്പോൾ then ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളെ അഗ്രിഗേറ്റ് പ്ലാനിങ് ഈസ് ഹെൽപ്ഫുൾ ഫോർ സാറ്റിസ്ഫാക്ഷൻ ഓഫ് കസ്റ്റമേഴ്സിൻ്റെ സാറ്റിസ്ഫാക്ഷൻ ഉറപ്പുവരുത്താനായിട്ട് സാധിക്കുന്നു. പ്രൊവൈഡ് കസ്റ്റമർ ഡിലൈറ്റ് ബൈ മാച്ചിങ് ഡിമാൻഡ് ആൻഡ് റിഡ്യൂസിങ് വെയിറ്റ് ടൈം ഫോർ കസ്റ്റമേഴ്സിൻ്റെ വെയിറ്റിംഗ് ടൈം കുറയ്ക്കുകയും കസ്റ്റമേഴ്സിനെ മാക്സിമം സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന രീതിയിൽ സർവീസസോ പ്രൊഡക്റ്റോ നമുക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കുക എന്ന് പറയുന്നത് അനദർ ഇമ്പോർട്ടൻസ് ആണ്. റെഡ്യൂസ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഇൻവെൻ്ററി സ്റ്റോക്കിംഗ്. അതായത് ഏറ്റവും കൂടുതൽ വെൽ പ്ലാൻഡ് അല്ലായിരുന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുമായിരുന്നു? കൂടുതൽ ബൾക്കായിട്ട് ഇൻവെൻ്ററി സ്റ്റോർ ചെയ്യുമായിരുന്നു. ദെൻ അത് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടാനായിട്ട് കാരണമാവും. ഇവിടെ പറയുന്നത് റെഡ്യൂസ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഇൻവെൻ്ററി സ്റ്റോക്കിങ്ങിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് കുറച്ചുകൊണ്ട് ശരിക്കും പ്ലാനിങ്ങിനനുസരിച്ച് തന്നെ ഇൻവെൻ്ററീസ്, അതായത് റോ മെറ്റീരിയൽസൊക്കെ കളക്ട് ചെയ്യാനും അതുപോലെ നമുക്ക് സ്റ്റോക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കുന്നു. ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഓവർ ക്യാപിറ്റലൈസേഷൻ റിഡ്യൂസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. ഏബിൾ ടു മീറ്റ് ഷെഡ്യൂളിംഗ് ഗോൾസ് thereby creating a happy and satisfied workforce. Able to meet scheduling goals, നമ്മുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനായിട്ട് സാധിക്കുകയും ക്രിയേറ്റിംഗ് എ ഹാപ്പി ആൻഡ് സാറ്റിസ്ഫൈഡ് വർക്ക് ഫോഴ്സ്. ഇത് നമുക്കറിയാവുന്ന പോയിൻറ്റ്സ് ആണ്. വാട്ട് ആർ ദി ഇമ്പോർട്ടൻസ് ഓഫ് അഗ്രിഗേറ്റ് പ്ലാനിങ് കൊണ്ടുണ്ടാകാവുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ്? ടു അച്ചീവ് ദ ഓർഗനൈസേഷൻസ് ഫൈനാൻഷ്യൽ ഗോൾസ് ബൈ റിഡ്യൂസിങ് വേരിയബിൾ കോസ്റ്റ് കുറച്ചുകൊണ്ട് ഫൈനാൻഷ്യൽ ഗോൾസ് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കുന്നു എന്ന് പറയുന്ന വൺ ഓഫ് ദി ഒബ്ജക്റ്റ്. അച്ചീവിങ് ഫൈനാൻഷ്യൽ ഗോൾസ് ബൈ റിഡ്യൂസിങ് ഓവറോൾ വേരിയബിൾ കോസ്റ്റ് ആൻഡ് ഇംപ്രൂവിങ് ബോട്ടം ലൈൻ. Then second point is maximum utilization of available resources. Second point, effective utilization or maximum utilization of resources. Provide customer delight, provide customer satisfaction, provide customer delight by matching demand and reducing wait time for customers. Then fourth point, reduce investment in inventory stocking. Reduce investment കുറയ്ക്കാനായിട്ട് സാധിക്കുന്നു. ഏബിൾ ടു മീറ്റ് ഷെഡ്യൂളിംഗ് ഗോൾസ്, അവരുടെ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന ഗോൾസ് മീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. ഏബിൾ ടു മീറ്റ് ഷെഡ്യൂളിംഗ് ഗോൾസ്
thereby creating a happy and satisfied workforce. Then next one is aggregate planning strategies. Next point, importance പറഞ്ഞു. Importance എന്താണ്? To achieve the financial goals, to achieve the financial objectives, to reduce the cost, profit maximization, effective utilization of resources, to reduce then over capitalization. These are the importance of aggregate planning. Next topic is aggregate planning strategies. Aggregate planning. Aggregate planning strategies. Aggregate planning strategies. First one is level strategy. Level strategy. Second one is chase strategy. Chase strategy. And third point is hybrid strategies. These are the different types of strategies. First one is level strategy, second one is chase strategy, and third one is hybrid strategies. ഇനി ഈ 3 പോയിന്റ്സും ഏതൊക്കെയാണ് നമുക്ക് പരിചയപ്പെടാം. Then first one is level strategies. Level strategiesലെ a level strategy seeks to produce an aggregate plan that maintains a steady production rate and or a steady employment level. അതായത് ഒരു ഒപ്റ്റിമം ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ലെവൽ സ്ട്രാറ്റജി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. A level strategy seeks to produce an aggregate plan that maintain a steady production rate and steady employment level. ഒരു സ്ഥിരമായിട്ടുള്ള രീതിയിലുള്ള ഒരു പ്രൊഡക്ഷൻ ലെവലും അതേപോലെ തന്നെ സ്ഥിരമായിട്ടുള്ളൊരു എംപ്ലോയ്മെൻറ്റ് ലെവലും കീപ്പ് ചെയ്യുന്നു. ഇറ്റ്സ് എയിം ടു മെയിൻറ്റെയിൻ എ കോൺസ്റ്റൻറ്റ് ഔട്ട്പുട്ട് റേറ്റ്, പ്രൊഡക്ഷൻ റേറ്റ് ആൻഡ് ദെർഫോർ കോൺസ്റ്റൻറ്റ് വർക്ക് ഫോഴ്സ് ലെവൽ ഓവർ എ പ്ലാനിങ് പീരീഡ്. അതായത് ഒരു വ്യക്തമായിട്ടുള്ള ഒരു കാലയളവിലേക്ക്, നമ്മളിപ്പോൾ ഒരു 6 മാസത്തേക്കോ ഒരു വർഷത്തേക്കോ വ്യക്തമായിട്ടുള്ളൊരു പ്ലാനിങ്ങിനെ ബേസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുകയാണ് ചെയ്യുന്നത്? ദെൻ ഇറ്റ് എയിംസ് ടു മെയിൻറ്റെയിൻ എ കോൺസ്റ്റൻറ്റ് ഔട്ട്പുട്ട് റേറ്റ്. ഒരേപോലെയുള്ളൊരു ഔട്ട്പുട്ട് റേറ്റ് നമ്മൾ പ്ലാൻ ചെയ്യുന്നു, പ്രൊഡക്ഷൻ റേറ്റ് പ്ലാൻ ചെയ്യുന്നു, അതേപോലെ തന്നെ കോൺസ്റ്റൻറ്റ് വർക്ക് ഫോഴ്സ് ലെവൽ, ശരിയായിട്ടുള്ളൊരു വർക്ക് ഫോഴ്സ് ലെവൽ കൂടെ നമ്മൾ ഒരു പർട്ടിക്കുലർ പീരീഡിലേക്ക് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ദെൻ ഇൻ ഓർഡർ ടു മീറ്റ് ചേഞ്ചസ് ഇൻ കസ്റ്റമർ ഡിമാൻഡ്, അങ്ങനെ in order to meet the customer demand, the firm may either raise or lower inventory levels in anticipation of increased or decreased levels of forecast demand. Then to meet the customer demand meet ചെയ്യാനായിട്ട് the firm may either raise or lower inventory levels കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. Anticipation increase or decreased level of forecast demand. The firm maintains a level workforce and a steady rate of output when demand is somewhat low. This allows the firm to keep higher inventory levels than are currently needed. As demand increases, the firm is able to continue a steady production rate and steady employment level. എന്നാൽ ശരിക്കും നമ്മൾ പറയുന്ന ഒരു സ്ഥിരമായിട്ടുള്ള രീതിയിലുള്ള ഒരു പ്രൊഡക്ഷൻ ലെവലാണ് ഈ ലെവൽ സ്ട്രാറ്റജീസിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ദെർഫോർ ദ ഡിമാൻഡ് ഈസ് ഇൻക്രീസസ്, നമ്മൾ പ്രതീക്ഷിക്കുന്നതിന് കൂടുതലായിട്ടാണ് ഡിമാൻഡ് ഉണ്ടാവുന്നതെങ്കിൽ ദ ഫേം ഈസ് ഏബിൾ ടു കണ്ടിന്യൂ എ സ്റ്റഡി പ്രൊഡക്ഷൻ റേറ്റ് ആൻഡ് സ്റ്റഡി എംപ്ലോയ്മെൻറ്റ് ലെവൽ വൈൽ അലവിങ് ദ ഇൻവെൻറ്ററി സർപ്ലസ് ടു യൂട്ടിലൈസ് ദ ഇൻക്രീസ്ഡ് ഡിമാൻഡ്. വേണമെങ്കിൽ നമുക്കവിടെ എന്ത് അനുവദിക്കാം? അവിടെ അത്തരം സിറ്റുവേഷൻസിൽ കുറച്ചുകൂടെ ഇൻവെൻറ്ററി ആഡ് ചെയ്തുകൊണ്ട് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഇറ്റ് ഈസ് ബെസ്റ്റ് സ്യൂട്ടഡ് വെർ ദ ഇൻവെൻറ്ററി ക്യാരിയിങ് കോസ്റ്റ് and not higher adopted by mainly manufacturing companies. Then advantages of level strategy is steady workforce. A level strategy allows a firm to maintain a constant level of output and meet the demand of market. This is desirable from an employee relations standpoint. ഇത് എംപ്ലോയീസിൻ്റെ നല്ല റിലേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അതായത് സ്ഥിരമായിട്ടുള്ള, അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്ന ഒരു സ്റ്റഡി ലെവൽ ഓഫ് പ്രൊഡക്ഷൻ ഉണ്ട്,
ദെൻ അഗ്രിഗേറ്റ് പ്ലാനിങ്ങിൽ ആദ്യം തന്നെ 3 തരത്തിലാണ് നമ്മൾ പറയുന്നത്. ഫസ്റ്റ് വൺ ഈസ് ലെവൽ സ്ട്രാറ്റജി, സെക്കൻഡ് വൺ ഈസ് ചേസ് സ്ട്രാറ്റജി ആൻഡ് തേർഡ് വൺ ഈസ് ഹൈബ്രിഡ് സ്ട്രാറ്റജി. ലെവൽ സ്ട്രാറ്റജിയിൽ ഓൺ ദി ബേസിസ് ഓഫ് അഗ്രിഗേറ്റ് പ്ലാനിങ്ങിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുകയാണ് ചെയ്യുന്നത്, കൂടുതലായിട്ട് പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടി വരികയാണ് ചെയ്യുന്നത്. ദെൻ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനനുസരിച്ച് നമ്മൾ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദെൻ അഗ്രിഗേറ്റ് പ്ലാൻ ഒരു ലെവൽ സ്ട്രാറ്റജിയിൽ മിനിമം ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ദെൻ മിനിമം ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുക, പ്രൊഡക്റ്റ്, ദെൻ അവിടെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി, ഇതെല്ലാം നമ്മൾ അതിനനുസരിച്ച് പ്ലാൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ദെൻ അതിനാവശ്യമായിട്ട് റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരിക്കാം. ഇതെല്ലാം കൂടെ ഒരു ആക്യുറേറ്റ് ആയിട്ടുള്ളൊരു പ്രൊപ്പോർഷൻ ബേസ് ചെയ്തുകൊണ്ടാണ് ലെവൽ സ്ട്രാറ്റജീസ് പോകുന്നത്. ഇനി ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്യുമ്പോൾ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ദർ മേ ബി ഇൻക്രീസ് ദ ഇൻവെൻട്രി ലെവൽ. അവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഇൻവെൻട്രി ലെവൽ ഒന്നുകൂടെ ആഡ് ചെയ്യപ്പെടാം. ഇറ്റ് ഈസ് ബെസ്റ്റ് സ്യൂട്ടഡ് വെർ ദ ഇൻവെൻട്രി ക്യാരിയിങ് കോസ്റ്റ് ആർ നോട്ട് ഹൈ ആൻഡ് ആർ അഡോപ്റ്റഡ് മെയിൻലി മാനുഫാക്ചറിങ് കമ്പനീസ്. Though these strategies helps in maintaining human resources, it is also leads to stocking inventory. Negative result of the level strategy could be include the cost of excess inventory. Result of the would include subcontracting or overtime cost and back order cost, which typically are the cost of the increasing orders and the loss of customer goodwill. ചിലപ്പോൾ ഈ ലെവൽ സ്ട്രാറ്റജീസിൽ എല്ലായ്പ്പോഴും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരം മിനിമം ലെവൽ നമ്മൾ കീപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ അതിനുശേഷം ചിലപ്പോൾ ഡിമാൻഡിനനുസരിച്ച് ഇൻക്രീസ് ചെയ്യാണ്ട് വരുമ്പോൾ ചിലപ്പോൾ ഒരു ക്യാരിയിങ് കോസ്റ്റ് കൂടാം, അതേപോലെ തന്നെ ഓവർ ടൈം കോസ്റ്റ് കൂടാം, സബ് കോൺട്രാക്റ്റിംഗ് ഓർ എക്സസ് ഇൻവെൻട്രി, സബ് കോൺട്രാക്റ്റിംഗ് ഓർ ഓവർ ടൈം കോസ്റ്റ് ആൻഡ് ബാക്ക്വേർഡ് കോസ്റ്റ്, വിച്ച് ടിപ്പിക്കലി ആർ ദ കോസ്റ്റ് ഓഫ് ഇൻക്രീസിങ് ഓർഡേഴ്സ് ആൻഡ് ദ ലോസ് ഓഫ് കസ്റ്റമർ ഗുഡ്വിൽ. അത് കസ്റ്റമറുടെ ഗുഡ്വിൽ നഷ്ടപ്പെടാനായിട്ട് കാരണമാവാം. ദെൻ സെക്കൻഡ് പോയിന്റിൽ പറയുന്നത് വാട്ട് ഈസ് മെൻ ബൈ ചേസ് സ്ട്രാറ്റജി. അപ്പോൾ ദെൻ അഗ്രിഗേറ്റ് പ്ലാനിങ്ങിൽ വ്യക്തമായിട്ടുള്ള പ്ലാനിങ്ങിലോടുകൂടെ ഒരു വർഷത്തേക്കൊക്കെയുള്ള പ്ലാനിങ്ങിലോടുകൂടി അതിനനുസരിച്ച് പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുകയും ഇൻവെൻട്രി മാനേജ് ചെയ്യുകയും എംപ്ലോയീസിനെ അപ്പോയിൻറ്റ് ചെയ്യുകയും വളരെ വ്യക്തമായിട്ടുള്ള ഒരു ഒരു മിനിമം ഒരു ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനാണ് ലെവൽ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ചേസ് സ്ട്രാറ്റജീസിലെ ദ ഒബ്ജക്റ്റീവ് ഓഫ് ദിസ് മെത്തേഡ് ഈസ് ടു സെറ്റ് പ്രൊഡക്ഷൻ ഈക്വൽ ടു ഫോർകാസ്റ്റഡ് ഡിമാൻഡ്. ഇതിൻ്റെ ചേസ് സ്ട്രാറ്റജി നമ്മളതിനെ പിന്തുടർന്നുകൊണ്ടിരിക്കുക. ദെൻ ഇതിനനുസരിച്ച് ഡിമാൻഡിനനുസരിച്ച് നമ്മൾ മാക്സിമം ആ ഡിമാൻഡ് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള സ്ട്രാറ്റജീസിനെയാണ് നമ്മൾ എന്താ പറയുക, ചേസ് സ്ട്രാറ്റജീസ് എന്ന് പറയുക. ദ ഒബ്ജക്റ്റീവ് ഓഫ് ദിസ് മെത്തേഡ് ഈസ് ടു സെറ്റ് പ്രൊഡക്ഷൻ ഈക്വൽ ടു ദ ഫോർകാസ്റ്റഡ് ഡിമാൻഡ്. ഫോർകാസ്റ്റ് ചെയ്യുന്ന ഡിമാൻഡിനനുസരിച്ച് തന്നെ നമ്മൾ പ്രൊഡക്ഷൻ കൂട്ടിക്കൊടുക്കുക എന്നുള്ളതാണ്. ദ ഒബ്ജക്റ്റീവ് ഓഫ് ദിസ് മെത്തേഡ് ഈസ് ടു സെറ്റ് പ്രൊഡക്ഷൻ ഈക്വൽ ടു ഫോർകാസ്റ്റഡ് ഡിമാൻഡ്. The monthly production is equal to the necessary production. Monthly production is equal to the necessary production, and the company is going to adjust capacity by varying workforce levels through hiring or laying off a back orders. Workforce levels are adjusted to match the demand requirement over planning period. This strategy is popular in several industries like hospitality business and educational centers like schools etc. ഇവിടെയൊക്കെ പറയുന്നത് നമുക്ക് ഡിമാൻഡ് കൂടുന്നുണ്ടെങ്കിൽ ആ കൂടുന്നതിനനുസരിച്ച് തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, അതിനുള്ള ഫെസിലിറ്റീസ് അറേഞ്ച് ചെയ്ത് പോകുന്ന ടെക്നിക്സിനെയാണ് നമ്മൾ എന്താ പറയുക, ചേസ് സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത്. ഈ ചേസ് സ്ട്രാറ്റജീസ് മിക്കവാറും നമുക്ക് ഹോസ്പിറ്റൽസും അതുപോലെ തന്നെ സ്കൂൾസിലൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത്, ഈ സ്ട്രാറ്റജി അഡോപ്റ്റ് ചെയ്യാറുള്ളത്. അഡ്വാൻറ്റേജസ് ഓഫ് ചേസ് സ്ട്രാറ്റജീസ് ലോവർ ഇൻവെൻട്രി ലെവൽ ആൻഡ് ബാക്ക്ലോഗ്സ്, അതായത് ഇൻവെൻട്രി കോസ്റ്റ് കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നു. ഇറ്റ് അലൗസ് ഇൻവെൻട്രി ടു ബി ഹെൽഡ് ദ ലോവസ്റ്റ് ലെവൽ പോസിബിൾ ആൻഡ് ഫോർ സം ഫേംസ് ഈസ് കൺസിഡറബിൾ സേവിങ്. Most firms follow the just-in-time production concept, utilize a staging strategy approach to aggregate planning. Disadvantages is lower productivity, quality and depressed workforce. അതായത് ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ലോവർ പ്രൊഡക്ടിവിറ്റി. നമ്മൾ ഡിമാൻഡിനനുസരിച്ച് മാത്രമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ പ്രൊഡക്ടിവിറ്റി കുറയും, ക്വാളിറ്റി ആൻഡ് ഡിപ്രസ്ഡ് വർക്ക്ഫോഴ്സ് ഡിപ്രസ്ഡ് ആവും എന്നൊക്കെ പറയുന്നതാണ് ഇതിൻ്റെ ഒരു ശരി. അപ്പോൾ ആദ്യം പറയുന്നൊരു മിനിമം ലെവൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളൊരു പ്ലാനിങ്ങിനെയാണ് അഗ്രിഗേറ്റ് പ്ലാനിങ്ങിൽ തന്നെ ലെവൽ സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത്. ചേസ് സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത് ഡിമാൻഡിനനുസരിച്ച് പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുകയോ അതിനുള്ള ഫെസിലിറ്റീസ് അറേഞ്ച് ചെയ്യുകയോ ഒക്കെ ചെയ്യുന്ന സ്ട്രാറ്റജീസിനെയാണ് ചേസ് സ്ട്രാറ്റജീസ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. ദെൻ ലാസ്റ്റ് വൺ ഈസ് വാട്ട് ഈസ് മെൻ ബൈ ഹൈബ്രിഡ് സ്ട്രാറ്റജി. തേർഡ് വൺ ഈസ് ഹൈബ്രിഡ് സ്ട്രാറ്റജി. ഫസ്റ്റ് വൺ ഈസ് ലെവൽ സ്ട്രാറ്റജി, സെക്കൻഡ് വൺ ഈസ് ചേസ് സ്ട്രാറ്റജി ആൻഡ് തേർഡ് പോയിന്റ് ഈസ് ഹൈബ്രിഡ് സ്ട്രാറ്റജി. ഹൈബ്രിഡ് സ്ട്രാറ്റജിയിലെ
hybrid strategy looks to balance between level strategy and chase strategy. Level strategiesൻ്റെയും chase strategiesൻ്റെയും ഒരു ബാലൻസിനെയാണ് നമ്മൾ എന്താ പറയുക ഹൈബ്രിഡ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ദെൻ ഹൈബ്രിഡ് സ്ട്രാറ്റജി ലുക്സ് ടു ബാലൻസ് ബിറ്റ്വീൻ ലെവൽ സ്ട്രാറ്റജി ആൻഡ് ചേസ് സ്ട്രാറ്റജി. ദ ഹൈബ്രിഡ് സ്ട്രാറ്റജി ഫോക്കസ് ഓൺ ബ്ലെൻഡഡ് ബോത്ത് ലെവൽ ദ ചേസ് സ്ട്രാറ്റജീസ് ഫോർ ബെറ്റർ ആൻഡ് മോർ ഫ്രൂട്ട്ഫുൾ result. The hybrid strategy in aggregate production planning keeps the balance between production rate, hiring, then next one is stock level. Hybrid strategiesലെ നമ്മൾ ലെവൽ സ്ട്രാറ്റജീസിൻ്റെയും ചേസ് സ്ട്രാറ്റജീസിൻ്റെയും ഒരു മിക്സഡ് ഫോമിനെയാണ് നമ്മൾ എന്താ പറയുക ഹൈബ്രിഡ് സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത്. Then the hybrid strategy looks to balance between level strategies and chase strategy. The hybrid strategy focuses on blended both level and chase strategies for better and more fruitful result. Then keeps the balance between ശരിക്കും ഒരു പ്രൊഡക്ഷൻ റേറ്റോ ഹയറിങ്ങോ സ്റ്റാക്ക് ലെവൽസൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് ഹൈബ്രിഡ് സ്ട്രാറ്റജിയിലൂടെ സാധിക്കുന്നു എന്നുള്ളതാണ്. Most firms find it disadvantageous to utilize the combination of the level and chase strategy. These strategies can be found to better meet organizational goals. അതുകൊണ്ട് തന്നെ ഹൈബ്രിഡ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് it is most useful. Hybrid strategy can be found to better meet organizational goals and policies and achieve lower cost and either of the pure strategies used independently. അപ്പോൾ ഇത്രയാണ് നമുക്കിതിൽ പറയാനുള്ളത്. Then നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്താണ് മെയിനായിട്ട് എടുത്തിരിക്കുന്നത് നോക്കാം. വാട്ട് ഈസ് മെൻ ബൈ അഗ്രിഗേറ്റ് പ്ലാനിങ്? അഗ്രിഗേറ്റ് പ്ലാനിങ്ങിലെ ദ കോൺസെപ്റ്റ് ഓഫ് അഗ്രിഗേറ്റ് പ്ലാനിങ് റെഫേഴ്സ് ടു ദ പ്രോസസ് ഓഫ് ഡിറ്റർമിനിങ് ദ ഓവറോൾ ക്വാണ്ടിറ്റീസ് ഓഫ് പ്രോഡക്റ്റ് ടു ബി മാനുഫാക്ചേർഡ് ഓർ പ്രൊഡ്യൂസ്ഡ് ഇൻ എ പ്ലാന്റ് ഓർ അതർ മാനുഫാക്ചറിങ് ഫെസിലിറ്റീസ് ഡ്യൂറിങ് മീഡിയം ടേം പ്ലാനിങ് പീരീഡ് സച്ച് ആസ് എ മന്ത് ഓർ ക്വാർട്ടർ. ഒരു പർട്ടിക്കുലർ പീരീഡിലേക്ക് എത്രമാത്രം പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതായിട്ട് വരും എന്ന് മുൻകൂട്ടി കാണുകയും അതിനാവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ അറേഞ്ച് ചെയ്യുകയും ചെയ്യുന്ന വൺ ഓഫ് ദി പ്ലാനിങ് സ്ട്രാറ്റജീസിനെയാണ് നമ്മൾ എന്താ പറയുക അഗ്രിഗേറ്റ് പ്ലാനിങ് സ്ട്രാറ്റജീസ് എന്ന് പറയുക. അപ്പോൾ അഗ്രിഗേറ്റ് പ്ലാനിങ് എന്ന് പറഞ്ഞാൽ എന്താ മൊത്തത്തിൽ ഉള്ള ഡിമാൻഡിനനുസരിച്ച് പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള സ്ട്രാറ്റജീസിനെയാണ് നമ്മൾ അഗ്രിഗേറ്റ് പ്ലാനിങ് എന്ന് പറയുന്നത്. ദെൻ അഗ്രിഗേറ്റ് പ്ലാനിങ് സ്ട്രാറ്റജീസ് കൺസിസ്റ്റ് ഓഫ് സെയിൽസ് ഫോർകാസ്റ്റിംഗ്. ദെൻ ആദ്യം തന്നെ നമ്മൾ ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്തിരിക്കണം. സെയിൽസ് ഫോർകാസ്റ്റിംഗ്, പ്രൊഡക്ഷൻ ലെവൽസ്, ഇൻവെൻറ്ററി ലെവൽസ് ആൻഡ് കസ്റ്റമർ ഡീറ്റെയിൽസ് ഇതെല്ലാം തന്നെ മുൻകൂട്ടി കൺസിഡർ ചെയ്തിരിക്കണം. ഇതാണ് ഫസ്റ്റിൽ വരുന്നത്. ദെൻ അഗ്രിഗേറ്റ് പ്ലാനിങ്. Then what are the factors to be considered while aggregate planning? A complete information is required about available production facility and raw materials. A concrete demand forecasting covering a medium range period. Financial planning surrounding the production cost, which includes raw materials, labor, inventory planning, etc. Then organization policy around labor management and quality management. The next importance of aggregate planning, that is achieving financial goals, maximum utilization of production facility, provide customer delight, reduce investment in inventory stocking, able to meet scheduling goals. These are the importance of aggregate planning. Then aggregate planning strategies. What are the different types of aggregate planning strategies? That is, the first one is level strategy, second one is chase strategy, and third one is hybrid strategies. ഇത്രയും ആണ് നമ്മൾ മെയിനായിട്ട് പറഞ്ഞിരിക്കുന്നത് അഗ്രിഗേറ്റ് പ്ലാനിങ്. വാട്ട് ആർ ദി ഫാക്ടേഴ്സ് ടു ബി കൺസിഡേർഡ് ഫോർ അഗ്രിഗേറ്റ് പ്ലാനിങ്, ഇമ്പോർട്ടൻസ് ഓഫ് അഗ്രിഗേറ്റ് പ്ലാനിങ് ആൻഡ് അഗ്രിഗേറ്റ് പ്ലാനിങ് സ്ട്രാറ്റജീസ്. ദീസ് ആർ ദി ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ടു ബി കൺസിഡേർഡ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മളിന്ന് പഠിക്കേണ്ട പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ഇതൊക്കെ. എല്ലാവരും വളരെ നന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് തന്നെ വായിച്ച് നോക്കുക, ഡിസ്കസ് ചെയ്യുക, സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാം. ഓക്കെ, താങ്ക് യു.